എല്ലാവർക്കും നമസ്കാരം. കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ തെളിവുകളാണ് ഇന്ന് ആലപ്പുഴയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 10 ദിവസം മുൻപ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യം ഉന്നയിച്ചിരുന്നു. ഞാൻ ഉന്നയിച്ച ആക്ഷേപത്തിനും ആരോപണത്തിനുമാണ് ബഹുമാന്യനായ മുൻ മന്ത്രി, മുൻ CPIM-ന്റെ നേതാവ് കൂടിയായ ശ്രീ G. സുധാകരൻ എന്ന് മറുപടി പറഞ്ഞിരിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ ലോകത്തെ, രാഷ്ട്രീയ രംഗത്തെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായിരുന്നു മുഹമ്മയിലെ P. കൃഷ്ണപിള്ള സ്മാരകം തീ വെച്ച് നശിപ്പിച്ച സംഭവം. അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം നടന്നതും പാർട്ടിയിലെ തന്നെ ആൾക്കാരെ അറസ്റ്റ് ചെയ്തതും പിന്നീട് അവരെ വിട്ടയച്ചതുമായ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ അതേപറ്റി പറയുന്നില്ല. പക്ഷേ അന്ന് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഒരു കാര്യം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ പിന്നിൽ CPIM-ന്റെ തന്നെ നേതാക്കന്മാരാണ് എന്ന് മാത്രമല്ല, പൊളിറ്റിക്കൽ ഗുണ്ടകൾ എന്ന് പറഞ്ഞ രാഷ്ട്രീയ ഗുണ്ടകളെന്ന് ശ്രീ G. സുധാകരൻ വിശേഷിപ്പിച്ച ആൾക്കാർ സ്വന്തം പാളയത്തിൽ തന്നെ ആയിരുന്നു എന്ന് ശ്രീമാൻ G. സുധാകരന് ഇത്ര കാലവും അറിവുള്ള ഒരു കാര്യമായിരുന്നു. ഇത് സംബന്ധിച്ച് G. സുധാകരൻ നിലപാട് വ്യക്തമാക്കണമെന്നായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെട്ടത്. ഇന്ന് അതിന് ബഹുമാനപ്പെട്ട G. സുധാകരൻ മറുപടി നൽകിയതിൽ അല്ലെങ്കിൽ അക്കാര്യം വെളിപ്പെടുത്തിയതിൽ വളരെ നന്ദിയുണ്ട്. പക്ഷെ ഇപ്പോഴും ചില കാര്യങ്ങൾ അവ്യക്തമായി തന്നെ തുടരുകയാണ്. എന്തായിരുന്നു P. കൃഷ്ണപിള്ള സ്മാരകം തീ വെച്ച് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്ന് വെളിപ്പെടുത്താൻ ഇതേവരെ ശ്രീ G. സുധാകരൻ തയ്യാറാകാത്തത് ദുരൂഹമാണ്. കാരണം ഈ കൃഷ്ണപിള്ള സ്മാരകം തീ വെച്ച് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റിന് ഹരിപ്പാടും അതിൽ നിർണായക റോളും. കാരണം ഇന്നത്തെയും ഹരിപ്പാട് MLA അന്ന് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്നു. തീവെപ്പ് കേസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ കൃഷ്ണപിള്ള സ്മാരകത്തിന് തീ പിടിക്കുമ്പോൾ മുഹമ്മ ഏരിയ കമ്മിറ്റിയുടെ അന്നത്തെ സെക്രട്ടറി ജില്ലാ സെന്ററിൽ നിന്ന് പ്രത്യേകമായി ചുമതല ഏൽപ്പിച്ച ഇന്നത്തെ മന്ത്രിയായ ശ്രീമാൻ സജി ചെറിയാനായി. സജി ചെറിയാൻ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് കൃഷ്ണപിള്ള സ്മാരകം തീ വെച്ച് നശിപ്പിക്കപ്പെട്ടത്. അതിനുശേഷം അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന CB ചന്ദ്രബാബു അടക്കമുള്ളവരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തുവെങ്കിലും ശ്രീമാൻ സജി ചെറിയാനെ ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടില്ല. കാരണം ആ സംഭവം ഉണ്ടായ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായ സജി ചെറിയാനെ ചോദ്യം ചെയ്യാതെ അന്നത്തെ ജില്ലാ സെക്രട്ടറി അവരെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറായി. സജി ചെറിയാനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘ തലവൻ തയ്യാറാകുമ്പോൾ അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് മാറ്റുകയും പ്രത്യേക സംഘത്തെ അന്വേഷണം ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഡീല്. ഈ രാഷ്ട്രീയ ഡീല് നടത്തിയ 2 നേതാക്കന്മാർ കേരളത്തിലെ ഉന്നത നേതാക്കന്മാരാണ്. BJPക്ക് നേരെ രാഷ്ട്രീയ ഡീൽ എന്ന് പറയുന്നവർ ഇതേപറ്റി അഭിപ്രായം പറയാൻ വ്യക്തമാക്കണം. അഭിപ്രായം പറയണം. എന്തായിരുന്നു ഈ ഡീലിന് പിന്നിലുണ്ടായിരുന്നത്? കോൺഗ്രസ് നേതാവും ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തലയ്ക്ക് അന്നത്തെ ഏരിയ സെക്രട്ടറിയുടെ ചുമതലയുണ്ടായിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ സജി ചെറിയാനെ രക്ഷപ്പെടുത്തുന്നതിൽ എന്തായിരുന്നു പങ്ക്? ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മാത്രം ആക്ഷേപമല്ല. പിന്നീട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീമാൻ VS അച്യുതാനന്ദൻ ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തിന് ഒരു ആരോപണം ഉണ്ടായിരുന്നത്. കാരണം പുതിയ ആഭ്യന്തരമന്ത്രി, അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മാറ്റി ശ്രീമാൻ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകുമ്പോഴാണ് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടത് എന്ന് കേരള രാഷ്ട്രീയത്തോട്, കേരളത്തിന്റെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദനായിരുന്നു. അന്ന് ശ്രീമാൻ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന G. സുധാകരനായിരുന്നു ആലപ്പുഴ ജില്ലയിലെ CPIM-ലെ അവസാന വാക്ക്. അങ്ങനെ ശ്രീമാൻ VS അച്യുതാനന്ദനോട് അവരുടെ പാർട്ടിയിലുണ്ടായിരുന്ന ഗ്രൂപ്പ് വൈരത്തിന്റെ പേരിൽ ഈ കേസ് അട്ടിമറിക്കപ്പെടുകയാണ്. ഇപ്പോ നാം മനസ്സിലാക്കുന്നതനുസരിച്ച് ഇപ്പോ ഇന്ന് ബഹുമാനപ്പെട്ട G. സുധാകരൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, കേസ് അട്ടിമറിച്ചത് ശ്രീമാൻ പിണറായി വിജയനാണ് എന്ന് ഭംഗ്യന്തരേണ G. സുധാകരൻ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് കേസ് അന്വേഷണം മുൻപോട്ടേക്ക് പോകുമ്പോൾ പിണറായി വിജയൻ കൂടുതൽ വേണ്ടതില്ല എന്ന നിർദ്ദേശം കൊടുത്തു എന്ന തരത്തിലാണ് പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, അന്ന് വെളുപ്പിനെ ഈ തീവെപ്പ് കേസ് അല്ലെങ്കിൽ തീവെപ്പ് സംഭവം ഉണ്ടാകുമ്പോ 2:30 മണിക്ക് ശ്രീമാൻ സജി ചെറിയാൻ അവിടെ ഉണ്ടായിരുന്നതായും ശ്രീ G. സുധാകരന്റെ വെളിപ്പെടുത്തലുണ്ട്. ഇതേപറ്റി സമഗ്രമായി എന്തുകൊണ്ടാണ് പിന്നീട് വന്ന കോൺഗ്രസ് സർക്കാരോ CPIM സർക്കാരോ അന്വേഷിക്കാത്തത് എന്ന് രാഷ്ട്രീയ കേരളത്തോട് വിശദീകരിക്കും.
അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഈ സംഭവം നടക്കുമ്പോൾ നമുക്കറിയാം കണ്ണാർക്കാട് എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലാണ് ഈ സംഭവം നടക്കുന്നത്. ആ കണ്ണാർക്കാട് പ്രദേശത്തുണ്ടായിരുന്ന RSSന്റെ പ്രവർത്തകനായ ശ്രീ മോഹൻ, അദ്ദേഹം അവിടെ അപൂർവമായുള്ള RSS കാര്യം. കണ്ണാർക്കാട് എന്നുള്ളത് RSSനോ BJPക്കോ വലിയ ശക്തമായ സ്വാധീനമുള്ള ഒരു സ്ഥലമല്ല. അന്ന് ഈ മോഹനേട്ടന്റെ 2 ആൺമക്കളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു. RSSകാരാണ് ഇത് ചെയ്തത് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഈ കണ്ണാർക്കാട് ഉള്ള മോഹനൻ എന്ന ആളുടെ മക്കളെ, 2 ആൺമക്കളെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യാനെന്ന വ്യാജനെ പിടിച്ചുകൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു. അതിനുശേഷം ഈ പി കൃഷ്ണപിള്ള സ്മാരകത്തിന്റെ സ്ഥലം, ആ വീട് വിട്ടുകൊടുത്ത കണ്ണാർക്കാട് വീട്ടിലെ തന്നെ തിലകൻ ഉത്രപ്പൻ ജയൻ എന്നതിലെ തിലകനെയും ഉത്രപ്പനെയും പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ആരാണ് സമാധാനം പറയുക? അപ്പോ ഇത്ര കാലവും ഈ CPIM-ൽ നടന്ന എല്ലാ കൊള്ളരുതാഴികൾക്കും എല്ലാ നെറികേടുകൾക്കും കൂട്ടുനിന്ന ആള് തന്നെയാണ് ശ്രീമാൻ G. സുധാകരൻ. അദ്ദേഹം ഇന്ന് വെളിപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ടാണ് പാതി വഴിയിൽ നിർത്തുന്നത്? അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി അറിയാം. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഡീലിന്റെ ആശാന്മാരാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തലയും ശ്രീമാൻ സജി ചെറിയാനും. കാരണം അന്ന് അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു. അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അന്വേഷണ സംഘത്തെ തന്നെ അട്ടിമറിക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള 2 നേതാക്കന്മാരാണ് ഇവര് രണ്ടുപേരും. അതേപറ്റി സത്യസന്ധരായ ആത്മാർത്ഥതയുള്ള CPIM-ന്റെ സഖാക്കന്മാര് പ്രതികരിക്കണം. ഇത് നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ ഏറ്റവും, കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജന്മം കൊടുത്തിട്ടുള്ള ഏറ്റവും മഹാന്മാരായ നേതാക്കളിൽ ഒരാളാണ് ശ്രീമാൻ പി കൃഷ്ണപിള്ള. അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്മാരകം തകർക്കുന്നതിന് വേണ്ടി കൂട്ടുനിന്നവരെ സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ സംരക്ഷിച്ചു. അതിന് കൂട്ടുനിന്നയാളായിരുന്നു ശ്രീമാൻ രമേശ് ചെന്നിത്തല. ഈ ഡീലാണ് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും നാണം കെട്ട ഡീൽ. ഇതേപറ്റിയാണ് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടത്. ഇത് സംബന്ധിച്ച G. സുധാകരന്റെ വെളിപ്പെടുത്തലിനെ പറ്റി കൂടുതൽ അന്വേഷണം വേണമെന്നാണ് BJPക്ക് ആവശ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഈ തീ വെച്ചതിന് ശേഷം ഇതിലെ പ്രധാന പ്രതിയായിട്ടുള്ള ശ്രീമാൻ ലതീഷ് പി ചന്ദ്രൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്. അദ്ദേഹം എന്തിനാണ് ഈ 25 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്നത് എന്നതിനെ പറ്റി അന്വേഷണം. തീവെപ്പ് നടന്നതിന് ശേഷം പിറ്റേന്ന് രാവിലെ 7:30-8 മണി വരെ ശ്രീമാൻ ലതീഷ് പി ചന്ദ്രൻ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉണ്ടായിരുന്നു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ആ അന്വേഷണത്തെ മുഴുവൻ അട്ടിമറിക്കുന്നത് ആരാണ്? ശ്രീമാൻ രമേശ് ചെന്നിത്തലയാണ്. എന്താണ് അന്ന് ലതീഷ് പി ചന്ദ്രൻ പാർട്ടിക്ക് പുറത്താണ്. കാരണം അവിടെ ശ്രീ ഭാസ്കരൻ അടക്കമുള്ള, നമുക്കറിയാം ഭാസ്കരന്റെ കാര്യങ്ങളറിയാം, CK ഭാസ്കരൻ, CK ഭാസ്കരൻ അടക്കമുള്ളവർ വിഭാഗീയത കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടത്. അപ്പൊ ആ പിരിച്ചുവിടപ്പെട്ട കൂട്ടത്തിൽ ലതീഷ് പി ചന്ദ്രൻ ശ്രീമാൻ പിണറായി വിജയനെതിരെ പരസ്യമായി പ്രകടനം നടത്തിയതിന്, പിണറായി വിജയന്റെ കോലം കത്തിക്കുന്നത് അടക്കമുള്ള പാർട്ടി വിരുദ്ധ നടപടി ചെയ്തതിന് അച്ചടക്ക നടപടി നേരിട്ട് പാർട്ടിക്ക് പുറത്തായിരുന്നയാളാണ്. ഈ കൃഷ്ണപിള്ള സ്മാരകം തകർക്കപ്പെടുമ്പോൾ ലതീഷ് പി ചന്ദ്രൻ പാർട്ടിക്ക് പുറത്താണ്. അദ്ദേഹത്തിന് എന്താണ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കാര്യമെന്ന് വെളിപ്പെടുത്തല്ലേ? അപ്പോ ഭാരതീയ ജനതാ പാർട്ടിക്ക് നേരെ ഉണ്ടയില്ല വെടിവെക്കുന്നവർ, സ്വന്തം പാർട്ടിയിൽ നടന്നിട്ടുള്ള ഇത്രയും കാലം നടന്നിട്ടുള്ള നെറികടികളെ പറ്റി, കേരളത്തിലെ ആത്മാർത്ഥതയുള്ള കമ്മ്യൂണിസ്റ്റുകളെ വിറ്റ് അവരുടെ ചോര ഊറ്റി കുടിച്ച് ജീവിക്കുന്ന ഈ നേതാക്കന്മാർ നടത്തുന്ന നെറികടികളെ പറ്റി പ്രതികരിക്കണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. അതിന് കൂട്ടുനിന്നയാളാണ് ഹരിപ്പാട്ട MLA-യും മുൻ ആഭ്യന്തരമന്ത്രിയുമായ ശ്രീമാൻ രമേശ് ചെന്നിത്തല. ഇവരൊക്കെ തമ്മിലുള്ള അവിശുദ്ധമായ ഡീൽ എന്തായിരുന്നു? ഇവരൊക്കെ തമ്മിൽ എന്ത് പൊടിക്കൽ വാതിലുകളാണ് പിന്നിൽ നടക്കുന്നത്? ഇതേപ്പറ്റിയല്ലേ കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ BJP എവിടെങ്കിലും ജയിക്കുമ്പോൾ വോട്ട് കച്ചവടം നടത്തി BJP-യെയും ജനവിധിയെയും അട്ടിമറിക്കുന്നതാണോ രാഷ്ട്രീയ പ്രവർത്തനം? ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ഏതെങ്കിലുമൊക്കെ മണ്ഡലങ്ങളിൽ ജയിക്കുമ്പോൾ അവിടെ അവരെ കൊണ്ട് നിർത്തുക, പാർട്ടിയുടെ വോട്ട് കച്ചവടം ചെയ്യുക, എന്നിട്ട് BJP-യാണ് രാഷ്ട്രീയ ഡീല് നടത്തിയതെന്ന് ആരോപിക്കുക. യഥാർത്ഥത്തിൽ സ്വന്തം അണികളെ, ലക്ഷക്കണക്കിന് അണികളെ വഞ്ചിച്ചുകൊണ്ട് കോൺഗ്രസുമായി ചേർന്ന് ഡീല് നടത്തിയിട്ടുള്ളത് CPIM-ന്റെ നേതാക്കന്മാരാണ്. CPIM-ന് വിടുപണി ചെയ്തു കൊടുത്ത് ഡീല് നടത്തിയിട്ടുള്ളത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. ഇതാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അവിശുദ്ധമായ ഡീൽ. ഇതിലൊരു വിശദമായ അന്വേഷണം ഏത് തലത്തിലാണ് ആവശ്യപ്പെടുന്നത് BJP? തീർച്ചയായും അന്ന് CBI അന്വേഷണം വേണമെന്ന് ആവശ്യമുണ്ടായിരുന്നു. CBI അന്വേഷണത്തിന് ആവശ്യപ്പെടട്ടെ.
ഈ സർക്കാർ ഇറങ്ങിയ ഉടൻ തന്നെ പുതിയ അന്വേഷണം ES അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായില്ലേ? എന്തുകൊണ്ടാണ് അന്വേഷണം മുൻപോട്ടേക്ക് പോകാതിരുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ തീ വെക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ കൃഷ്ണപിള്ള സ്മാരകം കത്തി നശിക്കുമ്പോൾ ശ്രീമാൻ പിണറായി വിജയൻ എറണാകുളത്തുണ്ട്. എനിക്ക് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇന്നേ വരെ ശ്രീമാൻ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് കൃഷ്ണപിള്ള സ്മാരകം സന്ദർശിക്കാത്തത്? കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ടോളസ്റ്റ് ലീഡർ ആയിരുന്നില്ലേ പി കൃഷ്ണപിള്ള? അന്ന് എന്താ പറഞ്ഞത്? തൊട്ടപ്പുറത്ത് മുഹമ്മദ് ജംഗ്ഷനിൽ ഇന്ദിരാഗാന്ധിയുടെ പ്രതിമ തകർത്തു, അല്ലെ? ഇന്ദിരാഗാന്ധിയുടെ പ്രതിമ തകർത്തിട്ട് അതിന്റെ വിരോധത്തിലാണ് കൃഷ്ണപിള്ള സ്മാരകം തകർക്കാൻ ശ്രമിച്ചതെന്ന് ഒരു കഥയുണ്ടാക്കുക, RSS പ്രവർത്തകരെ പിടിച്ചുകൊണ്ടുപോയി ഇടിച്ച് സമ്മതിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്ര വലിയ ഒരു കേരളം, ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് കൃഷ്ണപിള്ള സ്മാരകം തകർത്ത സംഭവം. അതിന് വിവിധ മാനങ്ങളുണ്ട്. നമ്മൾ കാണുന്നത് പോലെ വെറുതെ ഒരു കെട്ടിടം തകർന്ന് ഇപ്പൊ പിണറായി വിജയൻ അധിക്ഷേപിച്ച ഒരു ചെറ്റപ്പുര തകർന്നു പോയ സംഭവമല്ലേ. അതിന്റെ പിന്നിൽ വലിയ അവിശുദ്ധമായ ഇടപെടലുകളും. ഇതേപറ്റി സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം. കാരണം കള്ളൻ കപ്പലിൽ തന്നെയാണുള്ളത്. അന്നത്തെ പാർട്ടി സെക്രട്ടറി എന്തുകൊണ്ടാണ് സ്വന്തം പാർട്ടിയുടെ ആചാര്യനായ കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർക്കപ്പെട്ടിട്ട് അവിടെ സന്ദർശിക്കാതിരുന്നത്? എന്താണ്? സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് പുന്നപ്ര വയലാറിലാണ്. പുന്നപ്രയിലും വയലാറിലും വലിയ വെടിവെപ്പുണ്ടായപ്പോൾ അന്ന് ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയുന്നതിന് സമാനമല്ല ഈ സംഭവം. നാളിതുവരെയായിട്ടും പിണറായി വിജയൻ കൃഷ്ണപിള്ള സ്മാരകം സന്ദർശിച്ചിട്ടില്ല എന്നാണ് എന്റെ അറിവ്. ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ അതൊന്ന് പരിശോധിക്കണം. അതേ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അതായത് ഈ G സുധാകരൻ അങ്ങേ ഈ വലിയ ചുടുകാറ്റ് കയറ്റി എന്ന് പറയുന്നത് എന്തായാലും യാഥാർത്ഥ്യം? അപ്പൊ ഞാൻ പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത്. ഈ 20ാം നൂറ്റാണ്ടിൽ നമ്മള് കേരളത്തിലെ സകലമാന മാധ്യമങ്ങളുടെയും സാന്നിധ്യത്തിലാണ് ഞാൻ പുന്നപ്രയിൽ കയറി പുഷ്പാർച്ചന നടത്തിയത്. അപ്പൊ അതിന് പോലും ഇത്രയേറെ അസംബന്ധം പ്രചരിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ളവർ. G സുധാകരൻ എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മുമ്പോ ഇപ്പോഴോ ഒക്കെ ഉണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് ആരോപണം ഉന്നയിച്ചത് ഇപ്പോഴത്തെ അവിടുത്തെ ഏരിയ സെക്രട്ടറിയാണ്, അല്ലെ? ഏരിയ സെക്രട്ടറി H സലാമൊക്കെ പറയുന്നു. അങ്ങനെയെങ്കിൽ എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുള്ളത്, അന്ന് G സുധാകരൻ സംസ്ഥാന സമിതി അംഗവും, അല്ലെ, അവിടുത്തെ ജില്ലയിലെ കരുത്തനായ നേതാവുമാണ്. എനിക്ക് അവിടെ കയറാൻ സൗകര്യം ഒരുക്കണമെങ്കിൽ G സുധാകരൻ ഒറ്റയ്ക്ക് വിചാരിക്കാൻ പറ്റില്ലല്ലോ, പറ്റും. അപ്പൊ സ്വാഭാവികമായി ഇന്ന് ഏരിയ സെക്രട്ടറി ആയിരുന്ന സഖാവ് അന്ന് അതിലും താഴെ ആയിരിക്കണമല്ലോ അദ്ദേഹത്തിന്റെ അവസ്ഥ. ഒന്നിൽ ലോക്കലിലോ ബ്രാഞ്ചിലോ ആയിരിക്കണം, അല്ലെ? അപ്പൊ ലോക്കലിലോ ബ്രാഞ്ചിലുള്ള ഈ സഖാവിന്റെ സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ, ഇപ്പൊ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഏരിയ സെക്രട്ടറി അന്ന് അദ്ദേഹമാണ് ഗേറ്റ് തുറന്നു തരാനുള്ള താക്കോൽ കൊണ്ടു തന്നത്. അതേപറ്റി അന്വേഷിക്കണം പറഞ്ഞു ആണോ? അല്ല, അത് ഞാൻ അറിയണമെന്ന് ഉന്നയിക്കുകയാണ്. എനിക്ക് സുധാകരനാണ് ചെയ്തു തന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത്, സംസ്ഥാന സമിതി എന്ന് നേരിട്ട് വന്ന് ഗേറ്റ് തുറന്നു വരുമോ? അതോ നമ്മുടെയൊക്കെ ലോജിക്ക് അനുസരിച്ചുള്ള അവിടെ ലോക്കലിലോ ബ്രാഞ്ചിലുള്ള ഒരാളെ ഏർപ്പെടുത്തല്ലേ ചെയ്യുള്ളൂ, സുധാകരന്റെ സ്വന്തക്കാരെ? അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഏരിയ സെക്രട്ടറിയെ തരം താഴ്ചതായിട്ട് എനിക്കറിയില്ല. അദ്ദേഹം ഇതിന് മുകളിൽ നിന്ന് താഴ്ത്തുന്ന ആളല്ലല്ലോ, താഴെ നിന്ന് മുകളിലോട്ട് പോയാളല്ലേ. അപ്പൊ ഇപ്പൊ ഏരിയ സെക്രട്ടറി ആണെങ്കിൽ അന്ന് ബ്രാഞ്ചിലോ ലോക്കലിലോ ഉണ്ടാവണം, അല്ലെ? അപ്പൊ അദ്ദേഹം അറിയാതെ എന്തെങ്കിലും സംഭവിക്കും. അപ്പൊ ഈ ആരോപണം ഉന്നയിച്ച ആള് ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് പാർട്ടി അന്വേഷിക്കണം. ഓക്കെ, താങ്ക് യു സാർ.